നടി ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ക്രൈം നന്ദകുമാർ കസ്റ്റഡിയിൽ. എറണാകുളം നോർത്ത് പോലീസാണ് നന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നാണ് കേസ്. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വെളിപ്പെടുത്തൽ എന്ന പേരിൽ ആളുകൾക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഈ കേസ്? ശ്രുതി, അല്പസമയം മുമ്പാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈം നന്ദകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. നടി ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തിയതാണ് കേസ്. ക്രൈം നന്ദകുമാർ അയാളുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് അപകീർത്തികരമായ പരാമർശങ്ങൾ നടി ശ്വേത മേനോനെതിരെ ഉന്നയിച്ചത്. ഈ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ച് ശ്വേത മേനോൻ പരാതി നൽകുകയായിരുന്നു. നന്ദകുമാറിനെ എറണാകുളം നോർത്ത് പോലീസാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. എറണാകുളം നോർത്ത് പോലീസ് ഇപ്പോൾ ക്രൈം നന്ദകുമാറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി, ഇതിൽ നമുക്ക് ശ്വേത മേനോന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? സ്മൃതി, ഈ ഘട്ടത്തിൽ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ശ്വേത മേനോനുമായി ഈ ഘട്ടത്തിൽ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സമൂഹ മാധ്യമങ്ങൾ വഴി നിരവധി ആളുകളെ ഇത്തരത്തിൽ ഈ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലുള്ള നടപടികൾ ഈ ക്രൈം നന്ദകുമാറിന്റെ ഭാഗത്തുനിന്ന് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലും പോലീസ് നടപടികളും നേരിട്ട ആളാണ്. ഇപ്പോൾ എന്തായാലും യൂട്യൂബ് ചാനൽ വഴിയുള്ള കണ്ടന്റിലൂടെ ശ്വേത മേനോനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലയിലുള്ള അപകീർത്തിപ്പെടുത്തുന്ന നിലയിലുള്ള പരാമർശം നടത്തിയതിനാണ് ഈ പരാതി വന്നിരിക്കുന്നതും പോലീസ് ഇപ്പോൾ ക്രൈം നന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും. നിലവിൽ ക്രൈം നന്ദകുമാറിനെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. സ്മൃതി, ശരി. നടി ശ്വേത മേനോനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ക്രൈം നന്ദകുമാർ കസ്റ്റഡിയിലായിരിക്കുന്നു. എറണാകുളം നോർത്ത് പോലീസാണ് നന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നതാണ് കേസ്.